അന്നാസ് ഹോം ഗാർഡൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജർബറ പ്ലാന്റുകൾ ഒരു ലോഡ് ജർബറ വന്നായിരുന്നു. നമുക്ക് 200 പ്ലാന്റ്. ആ 200 പ്ലാന്റും ഓർഡർ തന്ന എല്ലാവർക്കും നമ്മൾ അയച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒരുപാട് പേരുടെ എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേരുടെ എൻക്വയറി വരുന്നത് കൊണ്ട് വീണ്ടും ഒരു ലോഡ് പ്ലാന്റും കൂടി കൊണ്ടുവരാം എന്ന് കരുതിയിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്ലാന്റുകൾ മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് ജർബറ പ്ലാന്റുകളുടെ കുറിച്ച് ഒരു ചെറിയ വിവരണം തരുവാണെങ്കിൽ, ജർബറ പ്ലാന്റുകൾ 3 ടൈപ്പാണ്. ഒന്ന് നാടൻ ജർബറ, 2 പൂനെ വെറൈറ്റി, 3 നമ്മുടെ കട്ട് ഫ്ലവർ, ഞാൻ സെയിൽ ചെയ്യുന്ന കട്ട് ഫ്ലവർ ടൈപ്പാണ് നമ്മുടെ പൂക്കടയിൽ പൂവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നല്ല വലിപ്പമുള്ള നിറയെ പെറ്റൽസുള്ള നല്ല പൂക്കളായിരിക്കും, നല്ല കളർഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് തൈകളുണ്ടായി. ഒരു ചെടിയിൽ തന്നെ 10-15 തൈകൾ വീതം ഉണ്ടായി നിറയെ പൂവാവുന്ന ടൈപ്പാണ്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വളർത്താൻ പറ്റുന്ന വെറൈറ്റിയുമാണ്. അപ്പോൾ പരിചരണവും വളരെ കുറച്ച് മതി. ചൂടിനെയും മഴയെയൊക്കെ സർവൈവ് ചെയ്ത് നല്ലോണം വളരുന്ന ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഏതൊക്കെ കളറാണ് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ്. ഇത് നമ്മൾ ഈ വർഷം കൊണ്ടുവരാൻ പോണ ലോഡിൻ്റെ ലാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റികൾ നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജർബറ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോസ് പുതിയത് കാണാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ജർബറ പ്ലാന്റ് നിങ്ങൾക്ക് പ്ലാന്റ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയുടെ നേർപകുതി ഇല കട്ട് ചെയ്ത് കളയണം. കത്തിയോ ഉപയോഗിച്ച് ഇലയുടെ നേർപകുതി ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ചെടി കുഴിച്ചു വെക്കാൻ വേണ്ടി. അതുപോലെ കുഴിച്ചു വെച്ച് ഒരാഴ്ച തണലിൽ വെക്കണം. തണലിൽ വെക്കുമ്പോഴാണ് പുതിയ ഇല വരുന്നത്. ആ ഇല ഫുള്ളായിട്ട് പകുതി കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചാഞ്ഞൊടിഞ്ഞ് കിടക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നേർപകുതി ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആവശ്യത്തിന് മാത്രം വേര് മതി. കൂടുതൽ വേരുണ്ടെങ്കിൽ വേരുകളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നട്ട് തണലിൽ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് വലിയ ചട്ടികളിലൊന്നും നട്ട് വെക്കരുത്. ആ ഒരു ചെടി വളരത്തക്ക രീതിയിലുള്ള ചെടിച്ചട്ടിയിൽ മാത്രം നട്ട് വയ്ക്കുക. പിന്നെ വളമെന്ന് പറയുന്നത് നമ്മൾ നടുമ്പോൾ മണ്ണും മണലും മാത്രം ഉപയോഗിക്കുക. ചാണകപ്പൊടിയോ ചകിരിച്ചോറോ ഒന്നും ഉപയോഗിച്ച് നടരുത്. ചെടി നല്ലതുപോലെ പിടിച്ചതിന് ശേഷം വേണം വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ ചെടി നല്ലതുപോലെ വളർന്ന് കിട്ടും. ഈ സീസണിലും ചെടി നട്ടുപിടിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ജർബറ ചെടി നല്ലതുപോലെ ഈ ചൂട് സമയത്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നിറയെ പെറ്റൽസുള്ള പല കളറുകളുണ്ട്. മൾട്ടി പെറ്റലുണ്ട്, മൾട്ടി കളറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ തന്നവർ 5 പ്ലാന്റ് മേടിച്ചവർ അടുത്ത 5 കളർ പിന്നീട് മേടിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവർ, വീണ്ടും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെയൊക്കെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഇനിയും ചെടി കൊണ്ടുവരാമെന്ന് വെക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരെല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് ഇടണം. ഓക്കെ.